ശബരിമലയും പ്രളയവും വികസനവുമൊക്കെയാണ് പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി മുന്നണികൾ ഉപയോഗിക്കുന്നത്. മൂന്നാം ഘട്ട പ്രചാരണത്തിലെ വിശേഷങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നുള്ള വോട്ട് കവല കാണാം ഇനി. നമസ്കാരം, വോട്ട് കവലയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പാണ്, പല വിഷയങ്ങൾ മുന്നണികൾ ചർച്ച ചെയ്യും. ഇന്ന് വോട്ട് കവലയുമായി നമ്മളുള്ളത് പത്തനംതിട്ടയിലാണ്. മൂന്ന് മുന്നണികളുടെയും പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ അവരുടെ പ്രതിനിധികളും എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം. ആന്റോ ആന്റണി മൂന്നാം ഘട്ട പ്രചാരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ ചില വിഭാഗീയതകളുണ്ട്, അതായത് DC തലത്തിൽ ചില പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധമായി എല്ലാവരും പ്രവർത്തനത്തിൽ ഇറങ്ങുന്നില്ല, കാലുവാലെന്നൊക്കെയുള്ള തരത്തിലേക്കാണ് പല ചർച്ചകളും ഉണ്ടാകുന്നത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ആന്റോ ആന്റണി തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോവാണ്. അത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം. ആന്റോ ആന്റണിയെ കാണാനില്ല എന്ന് പറയുന്നവർ അവർ കണ്ണടച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കാണാതിരുന്നത്. 1768 കോടി രൂപയുടെ വികസനം നടത്തിയ ഒരു MP, പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ച ഒരു MP, ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗം നടത്തിയ ഒരു MP, ആ MPയും ഏറ്റവും ഫണ്ട് വിനിയോഗത്തിൽ ഏറ്റവും താഴെയുള്ള ഒരു MLAയും തമ്മിലുള്ള മത്സരമാണ്. ഇവിടെ വിജയിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ വളരെ ഉറച്ച ശുഭാപ്തി വിശ്വാസത്തിൽ നിൽക്കുകയാണ്. മണ്ഡലത്തിൽ ധാരാളം വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പാസ്പോർട്ട് സേവാ കേന്ദ്രം, അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയം, തിരുവല്ലയിലെ റെയിൽവേ സ്റ്റേഷൻ വികസനങ്ങൾ, നാടിൻ്റെ മൊത്തത്തിലുള്ള റോഡുകൾ, അതുപോലെ തന്നെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ എന്ന് വേണ്ട. ഇപ്പോൾ ഇവർ പറയുന്നത് ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ ആന്റോ ആന്റണിയെ വിജയിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ, അതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്ന ആ യോഗത്തിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കും. ഈ ശബരിമല വിഷയത്തിൽ LDF സർക്കാരിൻ്റെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണ് ജനങ്ങൾക്കിടയിൽ, അത് വോട്ടർമാർക്കിടയിൽ ഒരു സംസാരം. എന്താണ് അതിൻ്റെ നിജസ്ഥിതി? തീർച്ചയായിട്ടും പ്രതിഫലിക്കും. ശബരിമല വിശ്വാസികളുടെ കൂടെയാണ് ഇടതുപക്ഷം. ശബരിമല വിശ്വാസിക്കെതിരായിട്ട് ഇന്ന് വരെ, ഈ സമയം വരെ ഒരു പ്രതികൂലമായ ഒരു നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ മറുഭാഗം പറയുന്നത് അവർ അക്രമം കാണിച്ചിട്ട് ഞങ്ങളാ സമാധാന പ്രേമികൾ, ആ അക്രമത്തിൻ്റെ നേതൃത്വം കൊടുത്ത ഒരു സ്ഥാനാർത്ഥി ആ പത്തനംതിട്ടയിൽ 3 മാസം പോലും കോടതി പറഞ്ഞിട്ട് ഇദ്ദേഹം കയറാൻ പാടില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ പുള്ളി ഒരു സ്വാതന്ത്ര്യ സമരം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു വേറൊരു വിഷയക്ക് പൊതു വികാരത്തിനുള്ള എതിരായിട്ട് സമരം ചെയ്തിട്ടുള്ള പുള്ളി ജയിലിൽ കിടന്ന്, ആ കോടതി ആ കാരണം കൊണ്ട് ഒരു കാരണവശാലും ശബരിമല ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിക്ക് വീണ ജോർജിന് എതിരായിട്ട് നിൽക്കാൻ സാധ്യതയില്ല. BJP ശബരിമല വിഷയം ഉയർത്തി പ്രധാന പ്രചാരണം നടത്തുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കില്ല, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് കൃത്യമായി കാര്യങ്ങൾ അറിയാം, അതിലൂടെ BJPക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാവില്ല എന്നൊരു പൊതു വിലയിരുത്തൽ ഒരു തലത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതിനോട് BJPയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം എങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പിൽ വികസനത്തോടൊപ്പം വിശ്വാസവും, അതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ശബരിമല വിഷയം കേരളത്തിൽ എമ്പാടും പ്രധാന വിഷയമായിട്ട് BJP ചർച്ച ചെയ്യുന്നില്ല. അതിന് തുല്യ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ശബരിമലയിലെ ആചാര സംരക്ഷണം, അതിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഹിന്ദുക്കൾക്കെതിരെ എടുത്ത നിലപാടുകൾ, അക്രമങ്ങൾ, ഭീഷണികൾ, കള്ളക്കേസുകൾ, അമ്മമാരെ മർദ്ദിക്കൽ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഹൃദയത്തിലുണ്ട്. അവർ ആ ആചാര സംരക്ഷണത്തിനും ഈ ഈശ്വരവിശ്വാസികളുടെ സംരക്ഷണത്തിനും വേണ്ടി നിൽക്കുമ്പോൾ അതിനെ ചേർന്ന് നിൽക്കുന്നത് സ്ഥാനാർത്ഥി ആരാണ്, അവർക്ക് അവർ വോട്ട് ചെയ്യും എന്നുള്ള സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതാണ് K. സുരേന്ദ്രന് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ മൈലേജിൻ്റെ വർധനവ്. തീർച്ചയായും തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ട പ്രചാരണം നടക്കുമ്പോൾ മൂന്ന് മുന്നണികളും പ്രതീക്ഷയിലാണ്. വോട്ട് കവല പൂർണ്ണമാകുന്നു. മറ്റൊരിടത്ത് കാണാം. നന്ദി, നമസ്കാരം.